ആകാശത്തുകൂടി ഒരു ഓടം അങ്ങനെ ഒഴുകി നടക്കുകയാണ്. അതിൽ ഞങ്ങൾ ഇത്രയും പേരുമുണ്ട്. ഹോട്ട് എയർ ബലൂൺ യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അന്തരീക്ഷത്തിൻ്റെ താപനില എന്നത്. ഈ ഒരു യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രെയിമാണിത്. ഇങ്ങനെ ഒരു ഫ്രെയിം കിട്ടുക എന്നതാണ് ഈ യാത്രയിലെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നത്. ഈ ചെറിയ ബോക്സ് ഇതിനുള്ളിൽ ചെറുതായി കുലുങ്ങിയും ഇളകിയുമൊക്കെയാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഫ്ലൈറ്റിൽ നടത്തുന്ന ഒരു യാത്രയേക്കാൾ വളരെയധികം വ്യത്യസ്തമായ ഒരു യാത്രയാണിത്. ചിറകുകളില്ല, എന്നാലും സ്വപ്നങ്ങൾ ഇന്ന് ആകാശത്തോട് ചേരാൻ പോവുകയാണ്. ഉയരത്തിലേക്ക് പോകുന്നതൊരു യാത്രയല്ല, അതൊരു സ്വയം കണ്ടെത്തലാണ്. കാറ്റിൻ്റെ കൈപിടിച്ച് മേഘങ്ങളോട് ചേർന്ന് ഒരു നിമിഷം ജീവിക്കാനുള്ള പോക്ക്. ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. ഒരു വലിയ സംഘത്തോടു കൂടിയാണ് ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ അത് ഭൂമിയിലൂടെയല്ല, ആകാശത്തിലൂടെ. ഈ വലിയ ബലൂണിൽ ഹോട്ട് എയർ ബലൂൺ ട്രിപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങൾ ഓസ്ട്രേലിയയിലുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു യാത്ര നിങ്ങൾ നടത്തിയിരിക്കണം. നമ്മൾ സാധാരണയായി നടത്തുന്ന ഒരു ഫ്ലൈറ്റ് യാത്ര പോലെയല്ല ഇത്. 360 ഡിഗ്രിയിൽ നമുക്ക് ഭൂമിയെയും ആകാശത്തെയും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം അനുഭവമാണിത്. നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര നടത്തുമ്പോൾ പുറത്തുള്ള കാറ്റ്, ടെമ്പറേച്ചർ, വെയിൽ അങ്ങനെയുള്ളതൊന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ ആകാശത്ത് ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ കാറ്റ്, ചൂട്, വെയിലിൻ്റെ തീവ്രത ഇതെല്ലാം നമുക്ക് നേരിട്ട് നമ്മുടെ ശരീരം കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതരം യാത്രയുടെ അനുഭവമാണ് ഈ ഹോട്ട് എയർ ബലൂൺ സംവിധാനം നമുക്ക് തരുന്നത്. പല കമ്പനികൾ ഓസ്ട്രേലിയയിലെ പല സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. യാര വാലി, ഹണ്ടർ വാലി, ആലിസ് സ്പ്രിങ്സ്, ബറോസ വാലി എന്നിവിടങ്ങളിലാണ് സാധാരണയായി ഇത്തരത്തിലുള്ള ബലൂൺ യാത്രാ സംവിധാനമുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ആലിസ് സ്പ്രിങ്സിലാണ്. എൻ്റെ ചെറിയ കാലത്ത് ഉത്സവ സമയങ്ങളിലോ മറ്റോ ഒക്കെ ചെറിയ ബലൂണുകൾ, നമ്മുടെ കയ്യിലൊതുങ്ങാവുന്ന, നമുക്ക് ഊതി വീർപ്പിക്കാവുന്ന തരത്തിലുള്ള ചെറിയ ബലൂണുകൾ മാത്രം കൈകാര്യം ചെയ്ത് കണ്ട് ശീലിച്ച് അങ്ങനെ വളർന്നിട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് എനിക്ക് സാധാരണയായി ഉള്ളത്. അങ്ങനെ ഇവിടെ വരെ എത്തിപ്പെട്ടിട്ടുള്ള ഞാൻ ഇവിടെ ഇത്തരത്തിലുള്ള ഭീമാകാരമായ ഒരു ബലൂൺ ഇതിങ്ങനെ ആകാശത്തോട്ട് ഉയരാൻ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യം കാണുമ്പോൾ വളരെ വലിയൊരു അത്ഭുതം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഇതെങ്ങനെയായിരിക്കും ഇതിലൂടെയുള്ള എൻ്റെ ഒരു യാത്ര? ഇത് മുഖേന ഭൂമിയുടെ മടിത്തട്ടിൽ നിന്നും ആകാശത്തേക്ക് ഉയരുമ്പോൾ എങ്ങനെയായിരിക്കാം ഇതെനിക്കൊരു എക്സ്പീരിയൻസ് തരിക എന്നതിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് എന്നതിനകത്ത് യാതൊരു സംശയമില്ല. ബലൂണിൻ്റെ ഏറ്റവും താഴെയായി ഈ ബലൂൺ വഹിക്കേണ്ടത് ചെറിയൊരു കൂടയാണ്. ഞങ്ങൾ ഒരു 10-15ഓളം ആൾക്കാർ വരുന്ന ചെറിയൊരു കൂട പോലുള്ള ഒരു ബോക്സ്, ഈ ഒരു ചെറിയ ബോക്സാണ് ഈ ബലൂൺ വഹിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയരേണ്ടത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ലാൻഡിങ്ങിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ സംഭവിക്കുകയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവരും അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. നമുക്ക് ഇതിനുള്ളിൽ കയറുമ്പോൾ അനങ്ങാനോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ് ചെയ്യാനോ അങ്ങനെയുള്ള പ്രത്യേക അനുമതികളോ അങ്ങനെ ഒന്നും തന്നെയില്ല. അവർ പറയുന്ന നിയമങ്ങൾ പാലിച്ച് കൃത്യമായി തന്നിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ നിൽക്കണം. ഹോട്ട് എയർ ബലൂണിനുള്ളിൽ നിറയുമ്പോൾ തന്നെ ഈ കൂടയും വഹിച്ചുകൊണ്ട്, ഈ ചെറിയ ബോക്സും വഹിച്ചുകൊണ്ട് അത് പതിയെ മേലേക്ക് ഉയരാനുള്ളൊരു ടെൻഡൻസി, അപ്പോഴേക്കും നമ്മൾ അതിനുള്ളിൽ കയറിയിരിക്കണം. അല്ലെങ്കിൽ ആ ബോക്സും വഹിച്ചുകൊണ്ട് അതങ്ങ് മേലേക്ക് പറന്നു പോകും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ എല്ലാവരും അതിനുള്ളിലേക്ക് പതിയെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം അതിരാവിലെയാണ്. ചെറിയൊരു തണുപ്പൊക്കെയുണ്ട്. സൂര്യൻ ഭൂമിയുടെ ഒരു വശത്തു നിന്നും പതിയെ എത്തി നോക്കിക്കൊണ്ട് വരികയാണ്. ആ ഒരു ഗോൾഡൻ വെളിച്ചത്തിൻ്റെ ഒരു സമയത്താണ് ഞങ്ങളിവിടെ ആകാശത്തേക്ക് കുതിച്ചുയരാൻ നിൽക്കുന്നത്. അപ്പോൾ വെട്ടം വന്നു തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് കൃത്യമായ സൺറൈസിങ് ഈ ബലൂൺ വഴി കാണാൻ സാധിക്കുക എന്നത് ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓസ്ട്രേലിയയിലുള്ള എല്ലാവരും, നിങ്ങൾ പ്രത്യേകിച്ച് മലയാളികളാണെങ്കിൽ ഈ ഒരു അനുഭവം നിങ്ങൾ ഉറപ്പായും അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അങ്ങനെ ബലൂണിനുള്ളിലേക്ക് ഇപ്പോൾ ഞാനും പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഇത്തരത്തിലുള്ള ഒരു കൂടയിൽ മേലെ ഉയർന്നു നിൽക്കുന്ന ഒരു ബലൂൺ, അതിൽ ഞാൻ മേലേക്ക് പറക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുകളിലും ടൂറിസം മേഖലയിൽ ഇത്തരത്തിലുള്ള യാത്രാ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ ടൂറിസം മേഖലയിൽ നിന്നുള്ള ഒരു ഗണ്യമായ വരുമാന വർധനവിന് അത് കാരണമാകുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. നമ്മുടെ നാടുകളിലും ഇത്തരത്തിലുള്ള ഗതാഗത യാത്രാ സംവിധാനങ്ങൾ ടൂറിസം മേഖലയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ആ മേഖലയിൽ നിന്നുള്ള വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ തന്നെയും വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നതിൽ യാതൊരു തർക്കവുമില്ല.
ഏകദേശം 45 മിനിറ്റ് ആയിരിക്കും ഇതിലെ യാത്ര. 45 മിനിറ്റിന് ശേഷം നമ്മൾ ലാൻഡ് ചെയ്യും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ യാത്ര ചെയ്യാനെന്ന് വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ഇതിൽ ആദ്യമായി കയറുന്നവരാണ് എന്നെനിക്ക് മനസ്സിലായി. കാരണം എനിക്കുള്ളതുപോലെ തന്നെയുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഫ്രഷേഴ്സാണ് ഇതിനുള്ളിൽ. മേലേക്ക് ഉയർന്നു പോകുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ബലൂണുകൾക്ക് സംഭവിക്കുന്ന അപകടങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. അത് ഈ യാത്രയ്ക്ക് മുൻപ് ഞാൻ പരിശോധിച്ചിരുന്നു. ഇപ്പോൾ ആ കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എന്താണെന്നറിയില്ല. ചിലപ്പോൾ ഭയത്തിൻ്റെയും എക്സൈറ്റ്മെൻറ്റിൻ്റെയും ഒരു ഇടയിലായിരിക്കണം ഞാൻ നിൽക്കുന്നത്. ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ എഞ്ചിനുകളുടെ ശബ്ദം, അത് കാതടപ്പിക്കുന്ന ശബ്ദമാണ്. ഒരു തരി, ഒരക്ഷരം പോലും നമ്മൾ പറയുന്നത് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ സാധിക്കില്ല. ഏറ്റവും സേഫായിട്ട് നമുക്ക് ഹോട്ട് എയർ ബലൂണുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് പ്രഭാത സമയങ്ങളിലാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രഭാത സമയങ്ങളിൽ കാറ്റധികം ഉണ്ടാവില്ല എന്നതാണ്. പ്രകൃതി പൊതുവേ ശാന്തമായിരിക്കും ഇത്തരം സമയങ്ങളിൽ. അതുകൊണ്ട് നമുക്ക് വളരെ സുരക്ഷിതമായി ഈ ബലൂണിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഇവിടെ കെട്ടിയിരുന്ന റോപ്പിൽ നിന്ന് വേർപെട്ട് ഈ ബോക്സിനെയും വഹിച്ചുകൊണ്ട് ആ വലിയ ഹോട്ട് എയർ ബലൂൺ ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ആദ്യമായി ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റിനേക്കാൾ 10,000 മടങ്ങ് അല്ലെങ്കിൽ 10 മടങ്ങ് ഇരട്ടിയാണ് ഈ ഒരു ഹോട്ട് എയർ ബലൂണിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ. അത് എനിക്ക് വാക്കുകൾ കൂടി പറഞ്ഞറിയിക്കാനുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേർഡ് ബാങ്ക് എനിക്ക് ഇല്ല. പക്ഷേ ഇതൊരു അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം മാത്രമാണ്. അനുഭവിച്ച് മാത്രമേ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ദൃശ്യങ്ങൾ എടുക്കുന്ന തിരക്കിലാണ്. ബലൂൺ ഇപ്പോൾ കുറേയധികം മേലേക്ക് ഉയർന്നു. എത്ര അടിയാണ് ഉയർന്നിരിക്കുന്നത്, എത്ര ഉയരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളതെന്ന് എനിക്ക് നിർവചിക്കാൻ സാധിക്കുകയില്ല. താഴെ സോപ്പ് പെട്ടികൾ പോലെ കെട്ടിടങ്ങൾ കാണാം, റോഡുകൾ, ആളുകൾ താഴെ നിൽപ്പുണ്ട്. ബലൂൺ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പതിയെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന ബലൂൺ ഈ പ്രദേശത്ത് നിന്നും പതിയെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബലൂൺ യാത്രയെ സംബന്ധിച്ചിടത്തോളം കാറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് വളരെയധികം കാറ്റുള്ള, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ളതിനേക്കാൾ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് നമുക്കിത് ഏറ്റവും പറക്കാൻ സാധിക്കുന്നത്. കുറച്ചെങ്കിലും കാറ്റുള്ളൊരു സമയമാണെങ്കിൽ നമ്മുടെ യാത്രയെ അത് വളരെയധികം ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. കാരണം അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും, പ്രത്യേകിച്ച് അന്തരീക്ഷത്തിലുണ്ടാകുന്ന കാറ്റിൻ്റെ ഗതിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇതിനെ, നമ്മുടെ യാത്രയെ സാരമായി ബാധിക്കും. ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്ന യാത്ര ഒരു കാറ്റിൻ്റെ വേഗത അല്പം കൂടുകയെങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടൗണിൻ്റെ നടുക്കായിരിക്കും നമുക്ക് പോയി ലാൻഡ് ചെയ്യേണ്ടി വരിക. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ യാത്രയ്ക്ക് പിന്നിലുണ്ട്. ഇതിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴുള്ള നമ്മുടെ വസ്ത്രധാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അടഞ്ഞ ഷൂസുകൾ നമ്മൾ തീർച്ചയായും ധരിച്ചിരിക്കണം. പുലർച്ചെ തണുപ്പുള്ളതിനാൽ ജാക്കറ്റുകൾ ധരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പൈലറ്റിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പൂർണ്ണമായും പാലിക്കുക എന്നതാണ്. അതിൽ എന്തെങ്കിലും കോട്ടം വരുത്തിയാൽ ഇതിനുള്ളിലെ ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു യാത്രക്കാരി പൈലറ്റിൻ്റെ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ അത് ഇതിനുള്ളിൽ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും ജീവന് ഹാനികരമാകുന്ന തരത്തിലേക്ക് ഭവിക്കും എന്നുള്ളതാണ്. ഒരാളുടെ അശ്രദ്ധ, ഒരാളുടെ നിയമലംഘനം ഇതിനുള്ളിലെ എല്ലാ യാത്രക്കാരുടെയും ജീവന് അപകടം വിളിച്ചു വരുത്തും. ഈ ചെറിയ ബോക്സ് ഇതിനുള്ളിൽ ചെറുതായി കുലുങ്ങിയും ഇളകിയുമൊക്കെയാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഫ്ലൈറ്റിൽ നടത്തുന്ന ഒരു യാത്രയേക്കാൾ വളരെയധികം വ്യത്യസ്തമായ ഒരു യാത്രയാണിത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു പേടി നമുക്കുള്ളിൽ തോന്നും. ഈ ബോക്സ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തനിയെ നിന്ന് നമ്മളെ വഹിച്ചുകൊണ്ട് നിന്ന് ഇങ്ങനെ കുലുങ്ങുമ്പോൾ, ചെരിയുമ്പോഴൊക്കെ നമുക്കൊരു വല്ലാത്തൊരു ഭയം ഉള്ളിൽ തോന്നും. അതുകൊണ്ട് തന്നെ ഒരു അഡ്വഞ്ചർ മൂഡുള്ളവർക്ക് ഉറപ്പായും യാത്ര ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ഉറപ്പായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. എല്ലാവരും വളരെ സന്തുഷ്ടരായി, സന്തോഷവാന്മാരായി ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും എല്ലാവരുടെയും മുഖത്ത് പൊതുവായി ചില സമയങ്ങളിൽ ഒരു മരണഭയം ഉണ്ടാകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ബോക്സ് ചില സമയങ്ങളിൽ വല്ലാതെ ഇളകുകയും വശങ്ങളിലേക്ക് മാറുകയും ചെയ്യും. അത് നമ്മളിൽ ഒരു വല്ലാത്ത ഭീതി ഉണ്ടാക്കും. താഴെ കങ്കാരുക്കൾ നിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഞാനെടുക്കുന്ന ഈ ദൃശ്യങ്ങളിൽ അവ പതിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ താഴെ അത്രയും ദൂരത്ത് നിൽക്കുന്ന ആ വസ്തുവിനെ എൻ്റെ ക്യാമറ കൃത്യമായി ഒപ്പിയെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓസ്ട്രേലിയ എത്രമാത്രം പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് ഞാൻ ഈ ബലൂണിൽ കയറിയപ്പോൾ, അല്ലെങ്കിൽ ഇത്രയും മേലേക്ക് എത്തിയപ്പോൾ ചിന്തിച്ച ഒരു കാര്യം. മലകളോ അങ്ങനെ പ്രത്യേകിച്ച് ഉയർന്ന തലങ്ങളോ ഇല്ലാത്ത പരന്നു കിടക്കുന്ന ഒരു സ്ഥലം. അങ്ങ് ദൂരെയുള്ള വസ്തുക്കൾ പോലും നമുക്ക് മേലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും. വളരെ പരന്നു കിടക്കുന്ന ഒരു ഭൂമി. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഇത് കുറച്ച് കൗതുകമാണ്.
പഴയ ചില ഇംഗ്ലീഷ് ചലച്ചിത്രങ്ങളിൽ ഇത്തരത്തിലുള്ള, അതായത് ഞാനിപ്പോൾ എടുക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ, ചില ഫ്രെയിമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഏകദേശം ആ ഒരു ഓർമ്മകളിലേക്കാണ് ഈ ഒരു ഫ്രെയിം എന്നെ കൊണ്ടുപോകുന്നത്. കാതടപ്പിക്കുന്ന ശബ്ദത്തോടെയുള്ള എഞ്ചിൻ്റെ ഇരമ്പൽ അത് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങ് ദൂരെയായി വെള്ള കീറി വരുന്ന സൂര്യനെ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഭീമാകാരമായ ഈ എഞ്ചിൻ്റെ വലിയ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഭീകരമാണ് അതിൻ്റെ ശബ്ദത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത്. അങ്ങനെ ആകാശത്തുകൂടി ഒരു ഓടം അങ്ങനെ ഒഴുകി നടക്കുകയാണ്. അതിൽ ഞങ്ങൾ ഇത്രയും പേരുമുണ്ട്. ഹോട്ട് എയർ ബലൂൺ യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അന്തരീക്ഷത്തിൻ്റെ താപനില എന്നത്. അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനു മുൻപ് എങ്ങനെയാണ് ഈ ഹോട്ട് എയർ ബലൂൺ പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഇതിന് വിമാനങ്ങളെപ്പോലെയോ ഹെലികോപ്റ്ററുകളെ പോലെയോ മുൻപോട്ട് കുതിക്കാൻ സഹായിക്കുന്ന എഞ്ചിനുകളല്ല ഉള്ളത്. ഇവ പ്രവർത്തിക്കുന്നത് വളരെ ലളിതമായൊരു ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചൂടുവായുവും സാന്ദ്രതയും. ബലൂണിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ പ്രധാന തത്വം ചൂടുള്ള വായുവിന് തണുത്ത വായുവിനേക്കാൾ ഭാരം കുറവാണ് എന്നതാണ്. ബലൂണിനുള്ളിലെ വായു ചൂടാകുമ്പോൾ അതിൻ്റെ സാന്ദ്രത കുറയുകയും അത് ചുറ്റുമുള്ള തണുത്ത വായുവിനേക്കാൾ ഭാരം കുറഞ്ഞതാവുകയും ചെയ്യും. ഇതോടെ ബലൂൺ മുകളിലേക്ക് ഉയരുന്നു. ഇതിനാണ് ബോയൻസി എന്ന് വിളിക്കുന്നത്. എഞ്ചിന് പകരം ബലൂണിൽ ഇനി പറയുന്ന കാര്യങ്ങളാണ് ഉള്ളത്. ഒരു എൻവലപ്പുണ്ട്. വായു നിറയ്ക്കുന്ന വലിയൊരു നൈലോൺ ബാഗാണിത്. പിന്നെയുള്ളത് ബർണർ. ഇതാണ് ബലൂണിൻ്റെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നത്. ലിക്വിഡ് പ്രൊപ്പൈൻ ഇന്ധനമായി ഉപയോഗിച്ച് വലിയ അഗ്നിജ്വാലകൾ ഉണ്ടാക്കി വായു ചൂടാക്കുന്ന പ്രക്രിയ. പിന്നെയുള്ളതൊരു ബാസ്ക്കറ്റ്. യാത്രക്കാരും പൈലറ്റും ഇന്ധന ടാങ്കുകളും ഇരിക്കുന്നത് ഈ ചെറിയ ബാസ്ക്കറ്റിലാണ്. എഞ്ചിൻ ഇല്ലാത്തതിനാൽ ബലൂണിൻ്റെ ദിശ നിയന്ത്രിക്കുന്നത് പൈലറ്റ് നേരിട്ടല്ല. വായു കൂടുതൽ ചൂടാക്കിയാൽ ബലൂൺ മുകളിലേക്ക് പോകും. മുകളിലുള്ള ഒരു വാൽവ് അത് തുറന്നാണ് ചൂടുവായു പുറത്തുവിടുന്നത്. അങ്ങനെ പുറത്തുവിടുന്നതനുസരിച്ച് ബലൂൺ പതിയെ താഴേക്ക് വരും. അതുകൊണ്ട് തന്നെ കാറ്റിനൊപ്പമാണല്ലോ ഈ ബലൂൺ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ആകാശത്ത് പല ഉയരങ്ങളിൽ കാറ്റ് പല ദിശകളിലേക്കായിരിക്കും വീശുന്നത്. പൈലറ്റ് ബലൂണിൻ്റെ ഉയരം കൂട്ടിയോ കുറച്ചോ അനുയോജ്യമായ ഒരു കാറ്റിൻ ദിശ കണ്ടെത്തിയാണ് യാത്ര ചെയ്യുന്നത്. സാധാരണ വിനോദയാത്രകൾക്ക് ഉപയോഗിക്കുന്ന ബലൂണുകൾക്ക് എഞ്ചിനില്ല. എന്നാൽ എയർഷിപ്പുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിന് എഞ്ചിനുകളും പ്രൊപ്പല്ലറുകളും അങ്ങനെ എല്ലാവിധ സങ്കേതങ്ങളുമുണ്ട്. നമ്മൾ കാണുന്ന സാധാരണ ഹോട്ട് എയർ ബലൂണുകൾ കാറ്റിൻ്റെയും താപനിലയുടെയും സഹായത്തോടെയാണ് ആകാശത്തിങ്ങനെ ഒഴുകി നടക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ കാറ്റ് ബലൂണിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്താൻ കാരണമായേക്കും. പിന്നെ താപനിലയിലെ മാറ്റം അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. മേഘങ്ങളോ മഴയോ മഞ്ഞോ അങ്ങനെ എന്തെങ്കിലും കാരണം കാഴ്ച മറയുന്നത് പൈലറ്റിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത് ലാൻഡിംഗ് സമയത്താണ്. ബലൂൺ യാത്രയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭാഗം ലാൻഡിംഗ് ആണ്. ഇത് തുടക്കത്തിൽ അല്ലെങ്കിൽ ആരംഭത്തിൽ തന്നെ പൈലറ്റ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ കോഷ്യസ് ആയിരിക്കേണ്ട ഒരു സമയമാണ് ലാൻഡിംഗ് സമയം. ശക്തമായ കാറ്റുള്ളപ്പോൾ നിലത്തിറങ്ങുമ്പോൾ ബലൂണിൻ്റെ ബാസ്ക്കറ്റ് ചെരിയാൻ സാധ്യതയുണ്ട്. ഇത് യാത്രക്കാർക്ക് ചെറിയ പരിക്കുകൾ ഏൽക്കാൻ കാരണമായേക്കാം. ഈ ബാസ്ക്കറ്റ് മുഴുവനായി മറിഞ്ഞു പോകാനും തല കുത്തനെ വന്ന് ലാൻഡ് ചെയ്യാനുമുള്ള സാധ്യതകളൊക്കെ ഇതിലുണ്ട്. നമ്മൾ കൃത്യമായി നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്ത് ലാൻഡിങ് സാധ്യമല്ല. ഒരിക്കലും ലാൻഡിങ് അങ്ങനെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ലാൻഡിങ് നടത്തുമ്പോൾ വൈദ്യുതി ലൈനുകൾ, മരങ്ങൾ അല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങൾ എന്നിവയിൽ തട്ടാനുള്ള നേരിയ സാധ്യതയുണ്ട്. എന്നാൽ മികച്ച പൈലറ്റുമാർക്ക്, വളരെ കൃത്യമായ, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാർക്ക് അപകടങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത സ്ഥലത്ത് വളരെ കൃത്യമായി ഇത് ലാൻഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രെയിമാണിത്. ഇങ്ങനെ ഒരു ഫ്രെയിം കിട്ടുക എന്നതാണ് ഈ യാത്രയിലെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നത്. ചില ആളുകൾക്ക് ഉയരം വലിയൊരു പ്രശ്നമാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇതുപോലുള്ള യാത്രകളെങ്ങാനും ചെയ്താൽ ആകാശത്ത് വെച്ച് പരിഭ്രാന്തി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മറ്റുള്ള യാത്രക്കാർക്ക് കൂടി അപകടമുണ്ടാക്കും. ഹൃദ്രോഗമോ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ ഉള്ളവർക്ക് ഇത്തരം ഉയർന്ന സ്ഥലങ്ങളിൽ കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. അതുകൂടി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബർണർ മുഖാന്തരം സംഭവിക്കുന്നത്. ഇതിനുള്ളിലെ വായു ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഈ ജ്വലിപ്പിക്കുന്ന തീ ഉണ്ടാക്കുന്ന ഈ ഒരു ചെറിയ എൻജിൻ, ഇതിനെന്തെങ്കിലും തകരാർ സംഭവിച്ചു കഴിഞ്ഞാൽ ബലൂൺ വളരെ വലിയ അപകടത്തിലാണ്. അത് താഴേക്ക് പതിക്കും. ഉടൻ തന്നെ ബലൂൺ താഴേക്ക് പതിക്കും. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു ബാക്കപ്പ് ബർണർ എപ്പോഴും ഇത്തരത്തിലുള്ള യാത്രകളിൽ പൈലറ്റുമാർ കയ്യിൽ കരുതാറുണ്ട്. വെളുത്ത നിറത്തിൽ അങ്ങ് ദൂരെയായി കാണാൻ സാധിക്കുന്നത് അത് മുഴുവൻ എയർക്രാഫ്റ്റാണ്, വിമാനങ്ങൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വിമാനങ്ങൾക്ക് മുകളിലൂടെ ഒരു യാത്ര സാധ്യമായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ആസ്വാദികരമായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. പക്ഷെ സാരമില്ല.
ഇത്തരത്തിലുള്ള യാത്രകൾ നിങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും അംഗീകൃത കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കുക. നല്ല സുരക്ഷാ റെക്കോർഡുള്ള ലൈസൻസോടു കൂടിയ ടൂർ ഓപ്പറേറ്റർമാരെ മാത്രം നിങ്ങൾ ഇതിനായി സമീപിക്കുക. പൈലറ്റിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപേ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാകണം. ഇനി ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബലൂൺ യാത്രകൾ ഇവിടെ വളരെ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടത്തുന്നത്. അതിനാൽ തന്നെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഇവിടെ വളരെയധികം കുറവാണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാനിപ്പോൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ക്യാമറകളൊക്കെ ഓഫ് ചെയ്ത് ലാൻഡിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. ലാൻഡ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഈ ദൃശ്യങ്ങൾ എടുക്കാൻ ഞാൻ തുടങ്ങുന്നത്. ആ ഭീമാകാരമായ ബലൂൺ അതിൻ്റെ ആ വലിപ്പത്തിൽ നിന്ന് മാറി പഴയപടി അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ആവുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിനുള്ളിൽ കുറച്ച് ചൂടുവായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് വളരെ പതിയെ സ്ലോ ആയി താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വളരെയധികം വിജയകരമായി ഞങ്ങളുടെ ബലൂൺ യാത്ര ഇവിടെ അവസാനിച്ചു. വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ പൈലറ്റ് അത് ലാൻഡ് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഈ ബലൂണിൽ യാത്ര ചെയ്ത എല്ലാവർക്കും ഒരു ചെറിയ സർട്ടിഫിക്കറ്റും കൂടാതെ വെള്ളവും ചെറിയ സ്നാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ളത് ഈ ബലൂൺ പാക്ക് ചെയ്യലാണ്. അതിന് യാത്രികരായ ഞങ്ങളെല്ലാവരും തന്നെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമമുണ്ടെങ്കിലേ ഇത് വളരെ കൃത്യമായി വേഗത്തിൽ പാക്ക് ചെയ്ത് അവരുടെ വാഹനത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. Hi, Carsten. How do you want me to help? Just give it a second. Yeah. അങ്ങനെ സേഫായിട്ട് ലാൻഡായി. ലാൻഡായതിനു ശേഷം അതേ ബലൂൺ മെറ്റീരിയലെ തൊട്ട് നോക്കണം. അത് ജസ്റ്റ് സാധാരണ നമ്മുടെ ഈ ഒരു ഈ വലിയ കട്ടിയൊന്നുമില്ലാത്ത ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്താണ് ഇത് പാക്ക് ചെയ്തുകൊണ്ട് വരുന്നത്. എന്തായാലും ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ടാണ് പറക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ഇത് ഹെഡിച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. ആൾ കയറി വെക്കുന്നത് അങ്ങനെ മടക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഞങ്ങളൊരു 20ഓളം ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത്, ഈ ചെറിയ ബാസ്ക്കറ്റിനകത്ത്. ലാൻഡിങ് ഇച്ചിരി ഡേഞ്ചറസ് ആണ്. നമ്മളതിനകത്ത് കുനിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇതൊന്ന് നേരെ അടിച്ചു തള്ളി നിങ്ങൾ വീഴുന്നത്. ഈ യാത്ര ഞാൻ നടത്തിയത് 2021 മെയ് മാസത്തിലെ കോവിഡ് കാലഘട്ടത്തിലാണ്. ഈ സമയത്തിൽ ഓസ്ട്രേലിയ കുറഞ്ഞ ഒരു സാമൂഹ്യ വ്യാപനമുള്ള പക്ഷേ ശക്തമായ നിയന്ത്രണങ്ങളുള്ള ഒരു ഘട്ടത്തിലായിരുന്നു. ഇവിടെ പ്രാദേശികമായി പകരുന്ന കേസുകൾ വളരെയധികം കുറവായിരുന്നു. ചെറിയ ക്ലസ്റ്ററുകൾ കണ്ടാൽ ഉടൻ തന്നെ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് ലോക്ക്ഡൗൺ നടപ്പിലാക്കുന്ന ഒരു രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. യാത്രാ സംവിധാനങ്ങളിലും പ്രത്യേകിച്ച് എയർ യാത്രാ സംവിധാനങ്ങളിലുമെല്ലാം ചെറിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എയർക്രാഫ്റ്റുകൾ അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. ദൂരെയായി എയർക്രാഫ്റ്റുകൾ നിരത്തി പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ ഇന്നത്തെ എൻ്റെ യാത്രയുടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരത്തിലുള്ള എൻ്റെ യാത്രകൾ നിങ്ങൾ ആസ്വദിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മാധ്യമത്തിൽ എന്നെ ഫോളോ ചെയ്യുന്നത് പരിഗണിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു സ്ഥലത്ത് നിന്നും അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. നന്ദി.